ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ചിക്കൻ ഗീ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നമുക്കിതിന് ആവശ്യമായത് പെരിഞ്ജീരകം, കുരുമുളക്, ചെറിയ ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഉലുവ, വറ്റൽമുളക്, മല്ലി. നമുക്കിത് ഒരു ചൂടാക്കിയ പാനിലോട്ട് ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിക്കാം. മൂപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരിക്കലും തീ കൂട്ടി വെക്കരുത്, എന്നാൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇതിൻ്റെ എല്ലാം കൃത്യമായിട്ടുള്ള അളവ് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചതിലോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നല്ലോണം ചതച്ചെടുക്കാം. ചതച്ചത് നമുക്ക് 1 കിലോ ചിക്കനിലോട്ട് ചേർക്കാം. നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 കപ്പ് തൈര്, 1 ടേബിൾ സ്പൂൺ പുളിവെള്ളം ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1/2 തൊട്ട് 1 മണിക്കൂർ വെച്ചിരുന്നാൽ അതിൻ്റെ രുചി കൂടത്തേ ഉള്ളൂ. നമ്മൾ ഇനി ഇതിലോട്ട് എണ്ണയൊന്നും തന്നെ ചേർക്കുന്നില്ല. നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ചോപ്പ് ചെയ്തിട്ടുള്ള സവോള അതിലോട്ട് ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മുടിച്ചെടുക്കുക. അതിലൂടെ നമ്മൾ മാരിനേറ്റ് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് നല്ലതുപോലെ ഇളക്കുക. നല്ലതുപോലെ ഇളക്കി വെള്ളമൊന്നും ഒഴിക്കാതെ അടച്ചു വെച്ച് 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഇട്ട് ഇളക്കി കൊടുക്കുക. വീണ്ടും നമ്മൾ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നല്ലതുപോലെ എണ്ണ കുറുകി വരും. ഈ പരുവത്തിലും എടുക്കാം, അതല്ല നമുക്ക് നല്ലതുപോലെ ഡ്രൈ റോസ്റ്റ് ആയിട്ടും എടുക്കാം. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്